ഹായ് ഫ്രണ്ട്സ്, ഓട്ടോകാഡിൻ്റെ സെക്കൻഡ് പാർട്ട് ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഒരുപാട് ടൂളുകൾ പരിചയപ്പെട്ടു. അതിൻ്റെ ബാക്കി ടൂളുകൾ ഈ സെക്കൻഡ് പാർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. അടുത്ത ടൂളാണ് പോളിഗൺ ടൂൾ. പോളിഗൺ ടൂളിന് POL എന്നാണ് ഷോർട്ട് കീ. POL എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ പ്രസ് ചെയ്യുക. അതിനുശേഷം എത്ര വശങ്ങൾ വേണമെന്ന് സെലക്ട് ചെയ്ത് 5 വശമാണോ 6 വശമാണോ എത്രയാണോ, ഞാനിവിടെ 5 വശം സെലക്ട് ചെയ്ത് എൻ്റർ പ്രസ് ചെയ്യുക. ശേഷം പ്രസ് ചെയ്ത് എൻ്റർ അമർത്തിയാൽ സർക്കിൾ വരും. അടുത്ത ടൂളാണ് റെക്റ്റാങ്കിൾ ടൂൾ. REC എന്നാണ് ഷോർട്ട് കീ. REC എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ പ്രസ് ചെയ്യുക. ശേഷം ഷിഫ്റ്റ് 2 അമർത്തിയതിന് ശേഷം വശങ്ങളുടെ അളവ് 600 സെൻറ്റിമീറ്റർ താഴെ കൊടുത്ത് സൈഡിൽ 300 സെൻറ്റിമീറ്ററും കൊടുത്ത് ശേഷം എൻ്റർ പ്രസ് ചെയ്യുക, വരയ്ക്കുക. അടുത്ത ടൂളാണ് ഫില്ലറ്റ്. ഫില്ലറ്റിൻ്റെ ഷോർട്ട് കീ F എന്നാണ്. F എന്ന് പ്രസ് ചെയ്തിട്ട് എൻ്റർ അമർത്തുക. അതിനുശേഷം R എന്ന് പ്രസ് ചെയ്തിട്ട് എൻ്റർ അമർത്തുക. എത്രയാണ് വളക്കേണ്ടത് എന്ന് കൊടുക്കുക. ഇനി ഒരു 100 സെൻറ്റിമീറ്ററാണ് വേണ്ടത്, 100 കൊടുക്കുക, എൻ്റർ അമർത്തുക. എന്നിട്ട് 2 കോർണറിൻ്റെ വശങ്ങളും ക്ലിക്ക് ചെയ്യുക. അടുത്ത ടൂളാണ് ചാംഫർ. ചാംഫർ യൂസ് ചെയ്യുന്നത് റെക്റ്റാങ്കിളിൻ്റെ സൈഡുകൾ, കോർണറുകൾ ചെരിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് വേണ്ടി CHA എന്ന് ടൈപ്പ് ചെയ്യുക, എൻ്റർ അമർത്തുക. D ടൈപ്പ് ചെയ്യുക, എൻ്റർ അമർത്തുക. എന്നിട്ട് എത്രയാണോ എമൗണ്ട് വേണ്ടത് അത് പ്രസ് ചെയ്ത് എൻ്റർ അമർത്തി ഡബിൾ എൻ്റർ അമർത്തുക. ശേഷം ചെരിവ് വേണ്ട സ്ഥലത്ത് 2 മുഖങ്ങളും ക്ലിക്ക് ചെയ്യുക. അടുത്ത ടൂളാണ് ആർക്ക്. A എന്ന് പ്രസ് ചെയ്ത് എൻ്റർ അമർത്തുക. കൂടാതെ ഡ്രോയിൽ പോവുക. ആർക്കിൽ 3 പോയിൻ്റ് അങ്ങനെ ഒരുപാട് മോഡലുകളുണ്ട്. നിങ്ങൾ പോയിട്ട് ചെക്ക് ചെയ്യുക, ഒരുപാടുണ്ട് അതിൽ. അതിനെപ്പറ്റി വിശദീകരിക്കാൻ നിന്നാൽ വീഡിയോ ലെങ്ത് കൂടും. നിങ്ങൾ ചെക്ക് ചെയ്യുക.
അടുത്തതാണ് മിറർ. MI എന്നാണ് ഷോർട്ട്. MI നിന്ന് ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ അമർത്തുക. ശേഷം സെലക്ട് ചെയ്യുക, ഏത് ഒബ്ജക്റ്റാണോ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഏതെങ്കിലും ഒരു പോയിന്റിൽ ക്ലിക്ക് ചെയ്തിട്ട് കറക്കുക. അടുത്ത ടൂളാണ് പോളിലൈൻ. പോളിലൈൻ്റെ ഷോർട്ട് കീ PL എന്നാണ്. PL എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ പ്രസ് ചെയ്യുക. എന്നിട്ട് ആവശ്യമായ ഒബ്ജക്റ്റ് വരയ്ക്കുക. ഇത് ഒറ്റ ലൈനാവും. പോളിലൈൻ എന്ന് പറഞ്ഞാൽ ഇത് ഒറ്റ സെലക്ഷൻ ആവും. സാധാ ലൈനിൽ കൊണ്ട് വരച്ചാൽ സിംഗിൾ സെലക്ഷൻ ആയിരിക്കും. അടുത്ത ടൂളാണ് എക്സ്പ്ലോഡ്. എക്സ്പ്ലോഡിൻ്റെ ഷോർട്ട് കീ ആണ് എക്സ് എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ പ്രസ് ചെയ്യുക. ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക, എൻ്റർ അടിക്കുക. ഇത് ഉപയോഗിക്കുന്നത് ഒറ്റ സെലക്ഷനായ ലൈനിനെ വേറെ വേറെ സെലക്ഷൻ ആക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. അടുത്ത ടൂളാണ് ഓഫ്സെറ്റ്. എൻ്റെ ഷോർട്ട് കീ O എന്നാണ്. അത് ഉപയോഗിക്കുന്നത് നമ്മളൊരു ഒബ്ജക്റ്റിനെ ഒരേ അളവിലേക്ക് കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. അതിനു വേണ്ടിയിട്ട് O എന്ന് പ്രസ് ചെയ്യുക, എൻ്റർ അമർത്തുക. എത്രയാണോ നമുക്ക് ഡിസ്റ്റൻസ് വേണ്ടത് അത് കൊടുക്കുക. 50ഓ 20ഓ എത്ര വേണ്ട വെച്ച് കൊടുത്തതിന് ശേഷം എൻ്റർ പ്രസ് ചെയ്യുക. എന്നിട്ട്
ഏത് ഒബ്ജക്റ്റാണോ നമുക്ക് ഓഫ്സെറ്റ് ചെയ്യേണ്ടത് ആ ഒബ്ജക്റ്റിൽ നെക്കിയിട്ട് പുറത്തോട്ട് നിൽക്കുക. അടുത്ത ടൂളാണ് ട്രിമ്മ്. ഷോർട്ട് കട്ട് TR എന്നാണ്. അത് ഉപയോഗിക്കുന്നത് ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ മായ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. TR എന്ന് പ്രസ് ചെയ്ത് എൻ്റർ അമർത്തിച്ചതിന് ശേഷം ആവശ്യമില്ലാത്ത ഭാഗം ക്ലിക്ക് ചെയ്യുക. അടുത്ത ടൂളാണ് എക്സ്റ്റെൻഡ്. EX എന്നാണ് ഷോർട്ട് കീ. ഇത് ഉപയോഗിക്കുന്നത് നമ്മൾ മായ്ച്ചു പോയ ഭാഗങ്ങൾ, ആ ലൈനുകൾ വീണ്ടും യോജിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് EX എന്ന് ടൈപ്പ് ചെയ്യുക, ഡബിൾ എൻ്റർ കൊടുക്കുക, യോജിപ്പിക്കേണ്ട ലൈന് ക്ലിക്ക് ചെയ്യുക. അടുത്ത ടൂളാണ് ബ്രേക്ക്. ബ്രേക്കിൻ്റെ ഷോർട്ട് കീ BR എന്നാണ്. അത് ഉപയോഗിക്കുന്നത് ഒറ്റ സെലക്ഷനായ ലൈനിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. BR എന്ന് ടൈപ്പ് ചെയ്യുക, എൻ്റർ അടിക്കുക, ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക, ആവശ്യമായ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇനി അടുത്ത ഭാഗം വരുന്നത് പാർട്ട് 3 അടുത്ത വീഡിയോയിൽ വരും. അടുത്ത വീഡിയോയിൽ നമുക്ക് വീടിൻ്റെ പ്ലാൻ വരക്കുന്നതും ബാക്കിയുള്ള ടൂളുകൾ അത് ചെയ്യുമ്പോൾ തന്നെ പരിചയപ്പെടാം. ഓക്കെ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.